ഏതിനാ സെലക്ട് ചെയ്യുന്ന? കയ്യോട് ഞാൻ വരുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല എടുക്കുന്നില്ല. എൻ്റെ ഒരു പേടി. ആര് വീഡിയോ കിട്ടുമെന്ന് പേടിച്ചിട്ട് മിണ്ടാണ്ട് പോകുന്നതാ കുട്ടികളൊക്കെ. എന്താ ചെയ്യാല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ ആടിനെ അല്ലേ നമ്മൾ CM മക്കാമ് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കിയതേനു അല്ലേ. ആടിൻ്റെ കരച്ചിൽ വെക്കുവാൻ എന്ത് രസമല്ലേ, ബേ എന്നിട്ട്. അപ്പോൾ പിന്നെ നമ്മളിത് നേർച്ചയാക്കിയ സമയം എനിക്ക് ഓർമ്മ ഉണ്ടോ? മക്കാമിലേക്ക് ഞാനാ നേർച്ചയാക്കിയത്. അതെന്ന് പറഞ്ഞാൽ അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതായത് പിന്നെ എന്താ പറയുക, ഭയങ്കര ഒരു സീനായിട്ട് ബ്ലീഡിങ്ങും കാര്യമെല്ലാമായി. 2ാം മാസത്തിലെങ്ങാനും ഭയങ്കര അർജൻറ്റായിട്ട് ലേബർ റൂമിൽ വേദന എന്തെല്ലോ ആയിട്ട് ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നേർച്ചയാക്കിയായിരുന്നു. അന്നേരം നമുക്ക് എന്തെന്നാ അന്നേരം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യേണ്ടേ നമ്മളെ മാനസികമായിട്ടുള്ള നമ്മളെ ഒരു മനസ്സിനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു നേർച്ച നേർന്നതാണ്. ഇവിടെ ആടുകളുള്ളതുകൊണ്ട് അൽഹംദുലില്ലാ ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക അല്ലേ. അതെ ഇല്ലേനല്ലേ ആണേ. ചെറിയ മക്കളും പെൺകുട്ടികളതിനുള്ളൂ. അതെ, അപ്പോൾ ഉള്ളത് കൊണ്ട് അല്ലേ തരേണ്ടതൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇപ്പോൾ ആടിനെയും തപ്പി പോകേണ്ടി വരുവേനും. എന്തായാലും അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 3:30 നമ്മളെ കുടുംബക്കാർ വരുമെന്ന് എനിക്ക് ഇപ്പോൾ ഓട്ടോ എടുത്തിട്ട് വരുമെന്ന് എനിക്ക്. എന്നിട്ട് അവിടെ പോകണേ. അപ്പോൾ ഞാൻ കുറച്ച് ദീനിയായൊരു രീതിയിലൊരു തൊപ്പിയെല്ലാം ഇട്ടിട്ടാണ് ഉള്ളത്. മക്കാമിലേക്ക് പോകുമ്പോൾ ഇടുക പ്രത്യേകമായിട്ട് മാറ്റി വെച്ച തൊപ്പിയാണ്. ഓർമ്മയുണ്ട് മമ്പർ. അത് ഏതിലെ 2 വർഷം മുമ്പേനു. 2 വർഷം മുമ്പ് മമ്പറം മക്കാം പോയാടുന്ന് വാങ്ങിയ തൊപ്പിയാട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ കണ്ടു കിട്ടാം. CM മക്കാമിൽ ഉറൂസ് തുടങ്ങിയല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ പല സ്ഥലത്തുനിന്നും ആൾക്കാരെ കണ്ടു. നമ്മളെ വീഡിയോ എല്ലാം കാണുന്ന കുറേ ആൾക്കാരെല്ലാം കാണാം. കുറേ ആൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. ആണോ? സ്ഥിരം കാണലുണ്ട്. ഉസ്താദ് ഇന്ന് പോയപ്പം പറഞ്ഞിക്ക് അന്ന് നമ്മളെ വീഡിയോ ഇട്ടില്ലേ, ഇവിടുന്ന് പോകുമ്പോ ഒക്കെ റെഡിയായി ഇവിടെ വരാം. അന്ന് ഉസ്താദ് പറഞ്ഞത് അന്ന് ഒരു ദുആ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. അതിൻ്റെ ഉള്ളിലുള്ള ഉസ്താദ് ഇല്ലേ? അതെ മാഷാ അല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ വന്നിക്കില്ലേ ഉസ്താദ് പറഞ്ഞത്, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ വന്നിക്കുന്നു. അതെ, നമുക്ക് ആടിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? എന്താ ആടിന്റെ പേരെന്താ? ചക്കീന. ആടിനെ ഒന്ന് പരിചയപ്പെടാം. ആണോ? അല്ല, അതിന്റെ ഒപ്പരല്ല മനസ്സിലായിക്കോ? നീ വിഷമിപ്പിക്കല്ലേ, ഞാൻ ആശ്വസിപ്പിക്കട്ടെ. ഇത് നമ്മളെ കുട്ടൻ ഇതാണ് കേട്ടോ. അതിൻ്റെ ഓയ് അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ വേറെ ആടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വിഷമം ഉണ്ടാവില്ല എന്തായാലും. ഓല് ഇന്ന് അതിന് അറക്കുക അങ്ങനെ എല്ലാവരും ചെയ്യലുണ്ടാവുക അല്ലേ. ലേലം വിളിച്ചെടുക്കൽ അങ്ങനെ എന്തോ ആയിരിക്കും അല്ലേ. അവിടെ പിന്നെ ചോറിന് പോത്തല്ലേ ഉണ്ടാല്, ഉറൂസിന്റെ ചോറിന്. ഏതോ ഒരു അതെ. ചോറ് ഓട്ടോ ഇപ്പം വരുവാടാ, ബേജാറാണ്. നമ്മൾ വേഗം പോവാം. ഓട്ടോ ഇപ്പം വന്ന് വേഗം പോവാ. അതിന് കെട്ടലില്ലാന്ന് തോന്നുന്നില്ലേ, കെട്ടിയിട്ടായിരിക്കും അതിന് മനസ്സിലായിട്ടുണ്ടാവുക. ഇഞ്ച മുഖത്തെന്താ ഒരു വിഷമോ? ആടിനെ കൊടുക്കുന്നതിൻ്റെ ഒരു വിഷമം ഉണ്ടോ? നീ ആറ്റുനോറ്റ് പോയിട്ട് ഇഞ്ച ആടല്ലേ. എൻ്റെ പേരെന്തേനു? ഇവിടെ ഫുള്ള് കുട്ടി എന്താ 2 ആളുണ്ട് ഇവിടെ. അവൾ ഒളിച്ച് നിൽക്കുന്നു. ഗെയിമിങ്ങും പരിപാടിയല്ല. ഏതാടാ ഗെയിം കളിക്കുന്നത്? ഇത് കാണുമ്പോൾ പണ്ട് നമ്മളെ വെക്കേഷനല്ല ഓർമ്മ വരുന്നത്. ഞാൻ എൻ്റെ അയൽവാസി ഒരുത്തനുണ്ടായിരുന്നു, അവിടെ പോയിട്ട് വൈസിറ്റി കളിക്കൽ.
ഐസിറ്റ് റോഡ് റാഷ് അതെല്ലാം കളിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു കാലം അല്ലേ? നിങ്ങൾ അങ്ങനത്തെ കളിക്കല് ഏതാ? ആ എന്നാലും ഇഞ്ച മുഖത്തൊരു പാട്ടുണ്ട്. ആടിനെ വിചാരിച്ചിട്ടാ പോയി വരുമ്പോ ഒരു മന്തി ആടിന്റെ മന്തി നമുക്ക് കിട്ടൂല, അതാടെ കൊടുക്കുന്നയാ വേറെ മന്തി. എന്നാ ചെറിയ ആടിനെയും കൂടി അങ്ങ് കൂട്ടല്ലേ മന്തിക്കുള്ള. ഞാൻ ആട് കൂട്ടൂലല്ലോ നീ? ആ അതുകൊണ്ട് സുഖം. ആട്ടും പാല് കൂട്ടലുണ്ടാ? അതുണ്ട് അല്ലേ? അതും ഇല്ലെങ്കിൽ സുഖമായിരുന്നു. മടിയാ വരുവല്ലേ? അങ്ങനെ അതിനെ ഒറ്റ കൊണ്ടുപോക്കില്ല. എവിടുന്ന കാര്യക്കോ അങ്ങോട്ട് ശരി. അത് നിങ്ങളായിരിക്കും ഞാൻ പിടിക്കാം. പിടിച്ചിക്കില്ല ഒന്നും നോക്കണ്ട, 100 വിട്ട് അടിക്കുന്നെങ്കിലേ. ഇതിന് ആദ്യമായിട്ടാ ഇങ്ങനെ. ഏതാ മാവ്? ഇത് തന്നെയല്ലേ വഴിയുള്ളൂ? മുന്നോട്ട് നോക്കുമ്പോ മാവ് ആദ്യത്തെ വഴിന്നാ പറഞ്ഞു. അത് വഴിയല്ല. ആ ഇത് മാവ്. അതിനാണ്ട് സെക്യൂരിറ്റിനോട് പറഞ്ഞാൽ മതിന്നല്ലോ പറഞ്ഞേ. ഇവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ സകലമാന തെറ്റുകുറ്റങ്ങളും പുറത്തു തരണേ. ആടിനെ പുറത്ത് കെട്ടിയതാണ്. ദുആ കഴിഞ്ഞിട്ട് ലേലം ഉണ്ടാവും എന്നാണ് പറഞ്ഞ്. 2 ആടുണ്ട്, വേറൊരാടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം വേറെ എന്തൊക്കെയോ ലേലം വിളിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ ഇപ്പോൾ ലേലം വിളിക്കും കേട്ടോ. ലേലം കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളാട് എത്ര വയസ്സൊക്കെ വിളിച്ചെടുക്കുന്നതെന്നൊക്കെ നോക്കാമല്ലോ അല്ലേ? എന്തായാലും നല്ല പിന്നെ അത്യാവശ്യം നല്ല മുഴുത്ത ആട് തന്നെയാണ് കേട്ടോ. ഇതാ ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ ആടിനെയാണ് ലേലം വിളിച്ചത്. ഞാൻ ഒരു 8000-ൻ്റെ ഉള്ളിലുള്ള ഒരു തുകയ്ക്ക് അത് ലേലം ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ആടിനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 7500 രൂപക്കാണ് ഇത് ലേലം ഉറപ്പിച്ചത്. അപ്പോൾ ആളുകൾ കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് നല്ല കയറ്റി വിളിയൊന്നും വന്നില്ല. അപ്പോൾ 7500 ഉറപ്പിച്ചിട്ട് നമ്മൾ ആടിനെ ഇതാ കൊണ്ടുപോവാണ് കേട്ടോ. അടുത്തതായിട്ട് കോയിനെ ലേലം വിളിക്കാനുണ്ട്. വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക തിങ്കളാഴ്ചയാണ്. ഇന്നാണ് ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസം കേട്ടോ, 7-ാം തീയതി. ഇന്ന് അന്നദാനവും കാര്യങ്ങളും ഒക്കെ മക്കാമിലുണ്ട്.